എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നതും എന്നാൽ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പം ഒത്തിരി വണ്ടർഫുൾ ആണെന്ന് തോന്നിയതുമായിട്ടുള്ള ഒരു ഇൻസെക്റ്റാണ് ആൻസ്, ഉറുമ്പുകൾ. ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണ്. അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ഞാൻ പലപ്പോഴും എൻ്റെ ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ആൻഡ് ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കാം അല്ലേ. ആദ്യമായിട്ട് തന്നെ നമുക്ക് കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ് വേണം. ഞാൻ പിന്നെ ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മാർക്കേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് സാധാ പേന ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് മാർക്കറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് പേന ആയാലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വൈറ്റ് ഷീറ്റ് വേണം. വൈറ്റ് ഷീറ്റ് ഇല്ലെങ്കിൽ വേറെ ഏത് കളറായാലും നമുക്ക് യൂസ് ചെയ്യാം. ഈ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പേരൻസിൻ്റെ ഹെൽപ്പോട് കൂടി കുട്ടികൾക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. കാരണം അവർക്ക് സ്വന്തമായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും അവർക്ക്. അതുകൊണ്ട് നമ്മുടെ ഹെൽപ്പ് വേണം. ഇതുപോലെ നമ്മൾ ഏത് വെല്ലാന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ 3 ഡോട്ട്സാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമുക്ക് ഏത് വെല്ല് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഈ ചൂണ്ടുവെല്ല് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ 3 ഡോട്ട്സ് ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നമുക്ക് കുട്ടികളെ ഇങ്ങനെ ഡോട്ട്സ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തള്ളവെല്ലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയില്ല ഏത് വെല്ല് യൂസ് ചെയ്താലും കുറച്ചും കൂടെ കറക്റ്റായിട്ട് ഷേപ്പ് വരികയെന്ന്. അതുകൊണ്ട് ഞാൻ അതും യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും ഉറുമ്പുകളെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് എൻ്റെ മാർക്കറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ബ്ലാക്ക് പെൻ യൂസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ആൻറ്റന വരച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ആൻറ്റന വരച്ച് കൊടുക്കുന്നുണ്ട്. ഉറുമ്പുകൾക്ക് മെയിനായിട്ട് 3 ബോഡി പാർട്സ് ആണുള്ളത്. അതിൻ്റെ തല, ഹെഡ്, തോറാക്സ്, നെഞ്ച്, അബ്ഡൊമൻ, അതിൻ്റെ വയറ്. അപ്പം ഹെഡ്, അത് കഴിഞ്ഞിട്ട് നടുക്കത്തെ പോർഷനാണ് തോറാക്സ്, അത് കഴിഞ്ഞിട്ട് വയറ്. അപ്പം അതിന് 6 ലെഗ്സ് ആണുള്ളത്. ആ 6 ലെഗ്സും വരുന്നത് അതിൻ്റെ നെഞ്ചിൽ നിന്ന്, തോറാക്സിൽ നിന്നാണ്. അപ്പം ഞാൻ എല്ലാത്തിനും അതേപോലെ എല്ലാ പാർട്സും വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതേ ഇങ്ങനെയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആൻസ് ഭയങ്കര വണ്ടർഫുൾ ആണെന്ന്. അതിന് കുറേ റീസൺസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ആൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. ആൻസിന് അവരുടെ ബോഡി വെയ്റ്റിനെക്കാട്ടിലും 10 തൊട്ട് 50 പ്രാവശ്യം വരെ ഹെവി ആയിട്ടുള്ള വസ്തുക്കൾ അവർക്ക് പൊക്കാൻ പറ്റും, ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് ഫാക്ട്സ് ഉണ്ട് ആൻസിനെ പറ്റി നമുക്കറിയാത്തത്. ഇതെല്ലാം കൂടെ കൂട്ടി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ആൻസിനെ പറ്റി ചെയ്യുന്നതായിരിക്കും എൻ്റെ ചാനലിൽ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളെല്ലാവരും കുട്ടികളുടെ കൂടി ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ.